ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ കൃഷും കൺമണിയും കൂടി ഒന്നാവുകയാട്ടോ ഇനി ചെയ്യുന്നത്. അങ്ങനെ രാത്രി വരുമ്പോഴത്തേനും കൃഷിൻ്റെ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ കൺമണി. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. അങ്ങനെ ധനലക്ഷ്മി ആണെങ്കിലോ കൺമണിയെ സോപ്പിട്ട് നിൽക്കുകയാണ്. എന്തായാലും കൃഷിൻ്റെ വീട്ടുകാരൊക്കെ വരികയല്ലേ, പക്ഷേ കൺമണിയാണെങ്കിൽ അടുക്കുന്നില്ല. എനിക്ക് ആരെയും വേണ്ട, എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട എന്ന് പറയുന്നു. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ലല്ലോ, ഏട്ടനും ഏട്ടത്തില്ലാതെ എങ്ങനെ കല്യാണം നടക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീടാണെങ്കിലോ എല്ലാവരും കൂടി കൺമണിയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചേച്ചിയും പറയുന്നുണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ കൃപ പറയുന്നുണ്ട് എന്തായാലും ആൻറ്റിയമ്മയും വരും, എല്ലാവരും വരും. സുജുവിന് തീരെ താല്പര്യമില്ലല്ലോ, പിന്നെ എങ്ങനെ പോകുന്നത്. സുജു പറയുന്നുണ്ട് എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയുന്നു. ചിലപ്പോൾ ആൻറ്റിയമ്മയെ സമ്മതിപ്പിക്കുക തന്നെയായിരിക്കുമല്ലോ ചെയ്യുന്നത്. എന്തായാലും സുജു കൺമണിയുടെ വീട്ടിലേക്ക് തന്നെ പോകും. അതിനുശേഷം തന്നെ സാഗർ പറയുന്നുണ്ട് വരുന്നില്ലെങ്കിൽ ചേച്ചിയമ്മ വരണ്ട, പക്ഷെ ഞങ്ങൾ എന്തായാലും പോയിട്ട് തീരുമാനം എടുക്കുമെന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ വീട്ടിലാണെങ്കിലും പിന്നീട് കാണിക്കുന്നത് അച്ഛനെ തന്നെയാണ്. അച്ഛനും പറയുന്നുണ്ട് എന്തായാലും എൻ്റെ മകളുടെ കല്യാണത്തിനും അല്ലെങ്കിൽ അവളുടെ എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കാൻ താല്പര്യമുള്ളവർ മാത്രം നിന്നാൽ മതി, അല്ലാത്തവർ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് ധനലക്ഷ്മിയോട് പറയുന്നുണ്ട് കേട്ടോ. കൺമണിയും കൃഷ്ണൻ കൂടി സംസാരിക്കുന്നുണ്ട്. എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഒരുപക്ഷെ ആൻറ്റിയമ്മ വരുന്നില്ല എന്ന് പറയുകയും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. എന്തായാലും ഇവരുടെ കല്യാണം ഉടനെ തന്നെ നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത്രയും കാണിച്ചുകൊണ്ട് പ്രമോ കഴിയുന്ന എപ്പിസോഡ് റിവ്യൂ ആയിട്ട് കാണാം.